ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൽ കമൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്, കമൻറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ. ആക്ച്വലി കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിനകത്ത് നമ്മളൊരു വാല്യൂ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആ ഒരു സെല്ലിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കമൻറ്റിലൂടെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ മൈക്രോസോഫ്റ്റ് എക്സലിലൂടെ ഓപ്പൺ ചെയ്യുകയാണ്. വിൻഡോ കീയും 6 പ്രസ് ചെയ്തു. അതിനുശേഷം ഇവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ സ്പ്ലാഷ് സ്ക്രീന് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാ വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൻ്റെ സ്പ്ലാഷ് സ്ക്രീൻ കണ്ടു. അതിനുശേഷം നമ്മളിവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഷീറ്റ് ഒന്ന് കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് കുറച്ച് സ്റ്റുഡൻസിൻ്റെ നെയിമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ഒരു ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ രജീഷ്, അതുപോലെ തന്നെ ഇവിടെ തനിഷ്ക, അതുപോലെ തന്നെ ശ്രീയ, അതുപോലെ തന്നെ സന്ധ്യ, ഓക്കെ, അതുപോലെ തന്നെ ശശിത, ഇതേപോലെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ആക്ച്വലി ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ്. ഓക്കെ, നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ യൂണിഫോമിൻ്റെ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലെല്ലാവരും പൈസ തന്നു. അതിനകത്ത് രജീഷ് എന്ന് പറയുന്ന ആൾ നമുക്കൊരു ബാലൻസ് ഒരു 100 റുപ്പീസ് കൂടി തരാനുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, അതായത് ഈ രജീഷ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് എനിക്ക് ഒരു 100 റുപ്പീസ് ബാലൻസ് തരാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വേറെ എവിടെ പേപ്പറിനകത്തോ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിലൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമുക്ക് ഈ രജീഷ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിനകത്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ കമൻറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് ഇൻഫർമേഷൻ, അതായത് കമൻറ്റിലൂടെ നമ്മൾ ചേർക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വരണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. അതായത് പ്രിൻറ്റിങ്ങിൽ വരണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, ഇനി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു കമൻറ്റ് ചേർക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓക്കെ, ആ പ്രോഗ്രാമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുടെ പേരുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അവരുടെയൊക്കെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് ചേർക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനും കൂടി നമുക്ക് കമൻറ്റിനകത്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, ഒരു സെല്ലിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എഴുതുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫോട്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഈ രജീഷ് എന്നുള്ളതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് ഇങ്ങനെ വെക്കുമ്പോൾ അയാളുടെ ഫോട്ടോ വരും. തനിഷ്കയുടെ മുകളിൽ വെക്കുമ്പോൾ തനിഷ്കയുടെ ഫോട്ടോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ആ ഒരു പെർട്ടിക്കുലർ സെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ നമുക്കിവിടെ റിവ്യൂ എന്ന് പറയുന്ന ഒരു ടാബ് കാണാം, റിവ്യൂ ടാബ്. അതിനകത്ത് ന്യൂ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ന്യൂ കമൻറ്റ്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് നോക്കിയേ. ഇവിടെ റിവ്യൂ കഴിഞ്ഞിട്ട് ഇവിടെ കമൻറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ എഴുതി കാണാം. കണ്ടോ, Shift F2 ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അതായത് കീബോർഡിനകത്ത് നമ്മൾ Shift F2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ സെല്ലിനകത്ത് ചേർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ Shift F2 അടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കീബോർഡിനകത്ത് Alt+IM എന്നുള്ളത് പ്രസ് ചെയ്താലും മതി. അതായത് ഇൻസേർട്ട് കമൻറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു പേരിൽ നിന്നാണ് ഈ IM എന്ന് പറയുന്ന ഷോർട്ട് കട്ട് നമുക്ക് വരുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തത് Alt+I-ഉം M-ഉം ആണ്. ഓക്കെ, അതിൽ I എന്ന് പറയുന്നത് ഇൻസേർട്ട് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്ററും അതുപോലെ തന്നെ M എന്ന് പറയുന്നത് ഈ കമൻറ്റ് എന്നുള്ളതിൻ്റെ 3rd ലെറ്ററുമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇൻസേർട്ട് കമൻറ്റിന് Alt+IM എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് വരാനുള്ള കാരണം. ഓക്കെ, എന്നാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്, Shift F2 ആണ്. ഓക്കെ, Shift F2 ഇത് നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ Alt+IM വേണമെങ്കിൽ അതും പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് IMO അതോ അല്ലെങ്കിൽ ഷിഫ്റ്റ് F2 അതോ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ റിവ്യൂവിൽ നിന്നും ന്യൂ കമൻറ്റ് എന്നുള്ള ഓപ്ഷനോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒരു യെല്ലോ കളറിൽ ഒരു ബോക്സ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആക്ച്വലി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നിരിക്കുന്ന പേരാണ്. ഓക്കെ, അതായത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു യൂസർ നെയിം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ പേര് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ആ യൂസർ നെയിമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ഇൻഫർമേഷനാണോ ഇതിനകത്ത് ചേർക്കേണ്ടത് അത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ബാലൻസ് ₹100 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കമൻറ്റ് ചേർത്തു. ഏത് സെല്ലിനകത്ത്? A2 എന്ന് പറയുന്ന സെല്ലിനകത്ത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാല്യൂ എന്താണ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് രജീഷ്. ഓക്കെ, അതിന് മുകളിൽ നമ്മൾ മൗസ് വയ്ക്കുകയാണ്. മൗസ് വയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് H ഓവർ എന്നാണ് പറയുക. H ഓവർ. ഓക്കെ, ചില ആൾക്കാർ അതിനെ ഹോവർ എന്നും വിളിക്കാറുണ്ട്. അതും കറക്റ്റ് തന്നെയാണ്. H ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ വരുന്നു. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട. ഇതിന് മുകളിൽ വെറുതെ മൗസ് ഇങ്ങനെ വെച്ചാൽ തന്നെ ആ കമൻറ്റിൻ്റെ ബോക്സ് അവിടെ ഇങ്ങനെ എഴുതി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഡിഫോൾട്ടായിട്ട് ഒരു യെല്ലോ കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു സെല്ലിന് ഒരു കമൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ആ ഒരു സെല്ലിൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു റെഡ് കളറിൽ ഒരു മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ കമൻറ്റിനെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ബാലൻസ് 100 എന്നുള്ളത് നമുക്ക് അതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് വല്ല ഫോൺ നമ്പറോ രജീഷിൻ്റെ ഫോൺ നമ്പറൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് എഡിറ്റ് ചെയ്യാം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം എഡിറ്റ് കമൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഫോൺ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. അപ്പോൾ 97 46 201 401. ഓക്കെ, ഇതേപോലെ ഞാൻ രജീഷിൻ്റെ ഫോൺ നമ്പർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ചേർത്തു. ഓക്കെ, ഈ കമൻറ്റ് ബോക്സ് എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഡിസേബിൾ ചെയ്യുന്നത്? അതായത് പോകുന്നത് എങ്ങനെയാണ്? പുറത്ത് എവിടെയെങ്കിലും വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി, കണ്ടോ, അത് പോയിക്കോളും. H ഓവർ ചെയ്യുമ്പോൾ, അതായത് മൗസ് അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോക്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതും കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഈ കമൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് ഈ റെഡ് കളറുള്ള മാർക്ക് അവിടെ വരണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ ബോക്സ്, ഈ കമൻറ്റിൻ്റെ യെല്ലോ ബോക്സ് നമുക്ക് എപ്പോഴും അവിടെ സ്ഥിരമായി നിൽക്കണം എന്ന് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെറ്റിങ്സുകൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഫയൽ, അതിനുശേഷം ഏറ്റവും താഴെ നമുക്ക് ഓപ്ഷൻസ് എന്ന് കാണാം. ഓപ്ഷൻസിനകത്ത് ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം, അഡ്വാൻസ്ഡ്. ഓക്കെ, കുറേ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സെക്ഷനിലെത്തും. ഡിസ്പ്ലേ സെക്ഷനിൽ ഇവിടെ നമുക്ക് കണ്ടോ 4 സെൽസ് വിത്ത് കമൻറ്റ്സ് ഷോ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് എപ്പോഴും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഓൺലി ആൻഡ് കമൻറ്റ്സ് ഓൺ H ഓവർ. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഓൺലി എന്ന് പറഞ്ഞാൽ ഈ റെഡ് മാർക്ക് എപ്പോഴും നമ്മുടെ സെല്ലിനകത്ത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് എപ്പോൾ വരും? H ഓവർ ചെയ്യുമ്പോൾ, അതായത് മൗസ് അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ. ഈ രീതിയിലാണ് നമുക്ക് കമൻറ്റ് ബോക്സ് ഡിഫോൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് നോ കമൻറ്റ്സ് ഓർ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡ് മാർക്കും കാണില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് യെല്ലോ ബോക്സൊന്നും കാണില്ല. പക്ഷേ രജീഷ് എന്നുള്ളതിൻ്റെ മുകളിൽ നമുക്ക് മൗസ് വയ്ക്കുമ്പോൾ നോക്കിയേ, ഓക്കെ, അതും വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ശ്രീയ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു കമൻറ്റ് നമുക്കിവിടെ ചേർത്തു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീയ എന്നുള്ളതിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നു. ഫോൺ നമ്പർ 9744002006. പുറത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, കേട്ടോ, കമൻറ്റിൻ്റെ ആ റെഡ് മാർക്കും ഇല്ല. മൗസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ കമൻറ്റ് വരുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയലിനകത്ത് ഓപ്ഷൻസിനകത്ത് ഏതാണ്, അഡ്വാൻസ്ഡിനകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതായത് റെഡ് മാർക്കും ഇല്ല, അതിന് മുകളിൽ മൗസ് വയ്ക്കുമ്പോൾ കമൻറ്റും ഇല്ല. ഓക്കെ, രണ്ടാമത്താണ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്, കമൻറ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ അടിക്കുകയാണെങ്കിൽ കണ്ടോ, ഈ കമൻസിൻ്റെ ആ യെല്ലോ ബോക്സും അതുപോലെ തന്നെ ഈ റെഡ് കളറിലുള്ള ഈ ഇൻഡിക്കേറ്ററും എപ്പോഴും നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വന്ന് കിടക്കുകയും ചെയ്യും. ഓക്കെ, അത് പോവില്ല. ഓക്കെ, അത് ചിലപ്പോൾ നമുക്കൊരു
ശല്യമായിട്ട് മാറും. ഓക്കെ, അതായത് ഒരു ഡിസ്റ്റർബൻസ് ആണല്ലേ. അതായത് വേറെയും ഡാറ്റ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ ബോക്സ് എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശല്യം തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കേണ്ടി വരും. എന്നാലും ആ ആരോ മാർക്കും നമുക്കൊരു ശല്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫയലിനകത്ത് ഓപ്ഷൻസിനകത്ത് ഏതെടുക്കാം, അഡ്വാൻസിനകത്ത് ഡിസ്പ്ലേ സെക്ഷനിൽ വന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഓൺലി ആൻഡ് കമൻറ്റ്സ് ഓൺ എച്ച് ഓവർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ ഈ കമൻറ്റുകൾ വരണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇത് പ്രിൻ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കീബോർഡിൽ Ctrl F2 അമർത്തുന്നു. അതും അല്ലെങ്കിൽ ഫയലിനകത്ത് നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതും അല്ലെങ്കിൽ കീബോർഡിൽ Ctrl P അമർത്തുന്നു. എന്തിനാണ്? നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് കാണാൻ വേണ്ടി. ഓക്കെ, അതായത് പ്രിൻ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നോക്കിയാൽ കണ്ടോ, നെയിം രജീഷ്, തനിഷ്ക, ശ്രിയ, സന്ധ്യ, ശശിത, പേര് മാത്രമേ ഉള്ളൂ. കമൻ്റ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അതായത് രജീഷ് നമുക്കൊരു 100 റുപ്പീസ് തരാനുണ്ട്, അതിന് ശ്രിയ എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ, ഇതൊന്നും നമുക്ക് ഈ ഒരു പേജിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടില്ല. ഓക്കെ, ഇനി അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പേജ് ലേഔട്ട് എടുക്കുന്നു. അതിനുശേഷം പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ആരോ മാർക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് കാണാം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമൻറ്റ്സ് എന്ന് കാണാം. അതിനകത്ത് നമുക്ക് നൺ എന്ന് മാറ്റിയിട്ട് അറ്റ് എൻഡ് ഓഫ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്, ആസ് ഡിസ്പ്ലേഡ് ഓൺ ഷീറ്റും ഉണ്ട്. അറ്റ് എൻഡ് ഓഫ് ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ അടിക്കുന്നു. അതായത് ഷീറ്റിൻ്റെ അവസാനം എന്ത് വേണം, ഈ കമൻറ്റ് ഇൻഫർമേഷനും കൂടി വരണം എന്നാണ്, പ്രിൻ്റ് എടുക്കുമ്പോൾ വരണം എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇനി പ്രിൻ്റ് പ്രിവ്യൂ ഒന്നും കൂടി എടുത്ത് നോക്കിയേ. ഫസ്റ്റ് പേജിൽ ഇത് കാണില്ല, പക്ഷേ സെക്കൻഡ് പേജിൽ ഇതാ കമൻറ്റ് വന്നിട്ടുണ്ടാവും. അതായത് സെൽ A2, ഞാൻ കുറച്ച് സൈസ് കൂട്ടാം. ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതാ A2 എന്ന് പറഞ്ഞാൽ സെൽ A2 ആണ് ഉദ്ദേശിച്ചത്. കമൻറ്റ് ബാലൻസ് ₹100, ഫോൺ നമ്പർ. സെൽ A4 അഡ്മിനിസ്ട്രേറ്റർ, അല്ലോ ഫോൺ നമ്പർ. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പേജിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ അടുത്ത ഓപ്ഷൻ ഒന്ന് എടുത്തു നോക്കാം. അതായത് ഷീറ്റിനകത്ത് ഓക്കെ ഈ ബോക്സ് ഇങ്ങനെ എടുത്തത് പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ചെറിയൊരു ആരോ മാർക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്, അറ്റ് എൻഡ് ഓഫ് ഷീറ്റ്. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കമൻ്റായിട്ട് ചേർത്ത് വെച്ച ഇൻഫർമേഷൻ രണ്ടാമത്തെ പേജിൽ, ഓക്കെ ആദ്യത്തെ പേജിലല്ല രണ്ടാമത്തെ പേജിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആസ് ഡിസ്പ്ലേഡ് ഓൺ ഷീറ്റ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ വെറുതെ ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കിയേ. ആണോ, കമൻ്റ് ഒന്നാമത്തെ പേജിലും ഇല്ല, രണ്ടാമത്തെ പേജിലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഫയലിനകത്ത് ഓപ്ഷൻസിനകത്ത് ഇവിടെ നേരത്തെ അഡ്വാൻസ്ഡ് എടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന സെക്ഷനിൽ ഏതാണ് നമ്മൾ എടുത്തത്, കമൻറ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് കണ്ടില്ലേ, മൂന്നാമത്തത്. ഈ മൂന്നാമത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ പേജ് സെറ്റപ്പിനകത്തുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അതായത് ആസ് ഡിസ്പ്ലേഡ് ഓൺ ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ അടിക്കുന്നു. ഓക്കെ, ഇനി പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് പേജിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഇതേ രീതിയിൽ കാണാൻ പറ്റും. കണ്ടോ, കമൻറ്റ് ബോക്സുകൾ കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ആരോ മാർക്ക് ആ ഒരു പർട്ടിക്കുലർ സെല്ലിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഈ ഷീറ്റിനകത്ത് കമൻസിനകത്ത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുകയാണെങ്കിൽ ഫയലിനകത്ത് ഓപ്ഷൻസിനകത്ത് അഡ്വാൻസിനകത്ത് പോയിട്ട് ഡിസ്പ്ലേ സെക്ഷനിൽ കമൻസിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ഫയലിൽ ഓപ്ഷൻസിലുള്ള മൂന്നാമത്തെ ഓപ്ഷനും ഓക്കെ ഇവിടെ ഷീറ്റിനകത്തുള്ള രണ്ടാമത്തെ ഓപ്ഷനും. ഓക്കെ, അങ്ങനെ എടുത്താലേ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നോർമലി നമ്മൾ അറ്റ് എൻഡ് ഓഫ് ഷീറ്റാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കമൻറ്റ് ബോക്സ് എപ്പോഴും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഞാൻ ഒഴിവാക്കുകയാണ്. ഫയലിനകത്ത് ഓപ്ഷൻസിനകത്ത് ഓക്കെ അഡ്വാൻസ്ഡ് എടുക്കുന്നു. ഓക്കെ, ഏറ്റവും താഴെ നമുക്ക് ഡിസ്പ്ലേ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഡിഫോൾട്ടായിട്ട് എക്സൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ അടിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എന്ത് ചെയ്യണം, ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത്
ഒരാളുടെ പേരും കൂടി എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരും കൂടി എഴുതുന്നു. ഓക്കെ, ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതായത് റിവ്യൂവിനകത്ത് ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന ബോക്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് F2 അടിക്കാം, അതും അല്ലെങ്കിൽ Alt IM വേണമെങ്കിൽ അതും അടിക്കാം. ഞാൻ Alt IM ആണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡിലും ഇത് തന്നെയാണ് ഷോർട്ട് കട്ട് വരുന്നത്, Alt IM ആണ്. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് വന്നിരിക്കുന്ന യൂസർ നെയിം നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഇനി ഫോട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് കമൻ്റാണ് എടുക്കേണ്ടത്. പക്ഷേ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് ഈ മഞ്ഞ ബോക്സിൻ്റെ മുകളിലല്ല നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. എവിടെയാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ബോക്സിൻ്റെ ബോർഡറിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഫോർമാറ്റ് കമൻ്റ് എടുക്കാൻ. ഓക്കെ, പല ആളുകളും ഇവിടെ പിക്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ ഫോർമാറ്റ് കമൻ്റ് എന്ന് പറയുന്ന ഈ ബോക്സ് നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഫോർമാറ്റ് കമൻറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. കണ്ടോ ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട എവിടെയാണ്? ബോർഡറിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് കമൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴാണ് ഇവിടെ കണ്ടോ ഫോണ്ട്, പ്രൊട്ടക്ഷൻ, പ്രോപ്പർട്ടീസ്, അലൈൻമെൻറ്റ്, മാർജിൻസ്, സൈസ്, ഓൾട്ട് ടെക്സ്റ്റ്, അതുപോലെ തന്നെ കളേഴ്സ് ആൻഡ് ലൈൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഏതാണ്? കളേഴ്സ് ആൻഡ് ലൈൻസ് ആണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം. അതിനകത്ത് ഏറ്റവും താഴെ കാണാം ഫിൽ എഫക്ട്സ് എന്ന് കാണുന്നുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് പിക്ചർ എന്ന് കാണാം, ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് പിക്ചർ എന്ന് കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വർക്ക് ഓഫ്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്തിനാണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പിക്ചർ നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇവിടെ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ട്. ഏത് പിക്ചറാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഓക്കെ അടിക്കുന്നു. അതിനുശേഷം വീണ്ടും ഓക്കെ അടിക്കാം. ഓക്കെ, ആദ്യത്തെ ഓക്കെ അടിക്കുമ്പോൾ ഈ കളർ എന്ന് പറയുന്ന ബോക്സിൽ കണ്ടോ ഈ പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കൂടി ഒരു എലാസ്റ്റിക് മാതിരി ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ നോക്കണ്ട. ഓക്കെ, തന്നെ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പിക്ചർ ഇതിനകത്ത് വരും. ആ ബോക്സിൻ്റെ അതേ സൈസിലായിരിക്കും പിക്ചർ വരിക. ഇപ്പോഴും പിക്ചറിന് പ്രശ്നമുണ്ട് അല്ലേ? എന്താണ്? പിക്ചർ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമൻറ്റിൻ്റെ ബോക്സ് എന്ത് ചെയ്യുക? ഒന്ന് ഇതേ രീതിയിൽ ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ പോകും. ഇനി രഞ്ജിത്ത് എന്നുള്ളതിൻ്റെ മുകളിൽ നമ്മൾ എച്ച് ഓവർ ചെയ്താൽ, അതായത് മൗസ് അതിൻ്റെ മുകളിൽ വെച്ചാൽ കണ്ടോ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഫോട്ടോയും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു പേര് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഒരു സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം Alt IM അടിക്കുന്നു. അതിനുശേഷം യൂസർ നെയിം നമ്മൾ ഒഴിവാക്കുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് കമൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കളേഴ്സ് ആൻഡ് ലൈൻസ്, ഓക്കെ, കളർ, ഫിൽ എഫക്ട്സ്, പിക്ചർ, സെലക്ട് പിക്ചർ, വർക്ക് ഓഫ്ലൈൻ, സെലക്ട് ദി റിക്വയർഡ് പിക്ചർ ഫ്രം ദി സേവ്ഡ് ലൊക്കേഷൻ, ദെൻ ഇൻസേർട്ട്, ദെൻ ഓക്കെ, വീണ്ടും ഓക്കെ. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ് ദി സൈസ് ഓഫ് കമൻറ്റ് ബോക്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഹലോ, രഞ്ജിത്തിൻ്റെ ഫോട്ടോയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സന്ധ്യയുടെ ഫോട്ടോയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കമൻറ്റിൻ്റെ ചില ആപ്ലിക്കേഷൻസുകളാണ്. ഓക്കെ, ഒന്ന് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും ഇതേ രീതിയിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഇയാൾ എത്ര പൈസ തരാനുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ വേറെ എവിടെ എഴുതി വയ്ക്കുന്നതിന് പകരം നമുക്ക് ഷീറ്റിനകത്ത് ഒരു സെല്ലിനകത്ത് തന്നെ നമുക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും. ദിസ് ഈസ് ദി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കമൻറ്റ്. ആൻഡ് ദി സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് വി ക്യാൻ സെറ്റ് ഫോട്ടോഗ്രാഫ്. ഓക്കെ, ഫോട്ടോ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് എവിടെയാണ്? കമൻറ്റ് ബോക്സിൻ്റെ ബോർഡറിൻ്റെ മുകളിലാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.